എൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുമോ? എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? സൈക്കോളജി പഠിച്ചു തുടങ്ങിയ കാലം മുതൽക്കേ ആളുകൾ എന്നോട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണിതൊക്കെ. അതിൽ സൈക്കോളജിയെക്കുറിച്ച് അറിയാൻ ക്യൂരിയസ് ആയ ഒരാൾ ഈയിടെ എന്നോട് ചോദിച്ചു, എന്താണ് യഥാർത്ഥത്തിൽ ഈ സൈക്കോളജി? സത്യം പറഞ്ഞാൽ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ മിക്കവരുടെയും ഉള്ളിൽ വരുന്നത് മൈൻഡ് റീഡിങ് എന്നൊരു ഐഡിയ ആണ്. അല്ലെങ്കിൽ ലൈഫ് സെറ്റാക്കാൻ വേണ്ടിയുള്ള കുറച്ച് അഡ്വൈസ്. പക്ഷേ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെ നിരീക്ഷിക്കുന്ന, അതിനെ പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നോട് ചോദിച്ചാൽ ഇതൊരു വലിയ ഇൻവെസ്റ്റിഗേഷൻ ആണെന്നാണ് ഞാൻ പറയാറുള്ളത്. ഈ ഫീൽഡിൻ്റെ യഥാർത്ഥ നിർവചനത്തെപ്പറ്റി ആലോചിക്കുന്നത് പോലും വലിയൊരു കൗതുകമാണ്. അക്കാദമിക്കലി നോക്കിയാൽ ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് എന്നാണ് നമ്മളിതിനെ ഡിഫൈൻ ചെയ്യുന്നത്. വലിയൊരു ഐഡിയ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണിതിൽ. ബിഹേവിയർ എന്ന് പറയുമ്പോൾ പുറമേ കാണുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സംസാരം, ചിരി, എന്തിന് വിയർക്കുന്നത് പോലും ബിഹേവിയറാണ്. പക്ഷേ ഇതിനേക്കാൾ കോംപ്ലക്സ് ആണ് ഉള്ളിൽ നടക്കുന്ന മെൻ്റൽ പ്രോസസ്സുകൾ. നമ്മുടെ തോട്ട്സ്, മെമ്മറീസ്, ഇമോഷൻസ് ഇതെല്ലാം തികച്ചും പേഴ്സണലായ, മറ്റാർക്കും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ രണ്ടും തമ്മിലുള്ള ഒരു സങ്കീർണമായ ഇൻട്രാക്ഷനാണ് സൈക്കോളജി യഥാർത്ഥത്തിൽ പഠിക്കുന്നത്. മനുഷ്യൻ്റെ ചിന്തകളെ പറ്റിയുള്ള ഈ അന്വേഷണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പണ്ട് ഗ്രീസിൽ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ ഇതിനെപ്പറ്റി ഫിലോസഫിക്കലായിട്ട് ചിന്തിച്ചിരുന്നു. എന്നാൽ 1879 വില്യം വൂണ്ട് ജർമ്മനിയിൽ ആദ്യത്തെ സൈക്കോളജി ലാബ് തുടങ്ങിയപ്പോഴാണ് ഇതൊരു എംപിരിക്കൽ സയൻസ് ആയിട്ട് മാറുന്നത്. അദ്ദേഹം ഫോക്കസ് ചെയ്തത് കോൺഷ്യസ്നെസ്സിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ മനസ്സിലാക്കാനായിരുന്നു. അതിനെയാണ് നമ്മൾ സ്ട്രക്ചറലിസം എന്നൊക്കെ വിളിക്കുന്നത്. പിന്നീട് വില്യം ജെയിംസ് എന്നൊരു സൈക്കോളജിസ്റ്റ് വരികയും ഫങ്ഷണലിസം എന്ന ഐഡിയ കൊണ്ടുവരികയൊക്കെ ചെയ്തു. അതായത് നമ്മുടെ ബിഹേവിയറും മെൻ്റൽ പ്രോസസ്സും എങ്ങനെയാണ് നമ്മളെ ചുറ്റുപാടുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള പഠനം. ശേഷം സൈക്കോളജിയുടെ ചരിത്രത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജോൺ ബി വാട്സൺ എന്നൊരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് പറഞ്ഞത്, നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത മനസ്സിനെ പറ്റി പഠിക്കേണ്ടതില്ല, പകരം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയർ മാത്രം മതി എന്നായിരുന്നു. ബിഹേവിയറിസ്റ്റിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു പിന്നീട്. അതിനുശേഷം ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ് ഒരു വലിയ ഫോഴ്സായിട്ട് മാറി. അൺകോൺഷ്യസ് മോട്ടീവ്സിനും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനും അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് കിട്ടി. എന്നാൽ 1960കളിലെ കോഗ്നിറ്റീവ് റവല്യൂഷൻ വീണ്ടും മനുഷ്യൻ്റെ മെൻ്റൽ പ്രോസസ്സുകളിലേക്ക്, അതായത് മെമ്മറി, തിങ്കിങ്, ലാംഗ്വേജ് എന്നിവയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവന്നു. ഇനി വെസ്റ്റേൺ സയൻസിൻ്റെ ഈ ഒരു യാത്രയ്ക്ക് സിമിലറായിട്ട് ഇന്ത്യയിലും മനസ്സിനെ പറ്റി വലിയ തോതിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ കോൺഷ്യസ്നെസ്സിനെ പറ്റി വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റും. ആയുർവേദത്തിലും യോഗയിലും ഒക്കെ പറയുന്ന ഒരു ബോഡി മൈൻഡ് ബാലൻസും അതുപോലെ ത്രിദോഷ എന്നുള്ള കൺസെപ്റ്റും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് നമ്മളൊരു വ്യക്തിയുടെ ബിഹേവിയറിനെ വിലയിരുത്തുന്നത് ഒരു ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ചിലൂടെയാണ്. അതായത് ആ വ്യക്തിയുടെ ബയോളജി, പിന്നെ സൈക്കോളജി, പിന്നെ അവർ ജീവിക്കുന്ന ആ ഒരു സോഷ്യോ കൾച്ചറൽ എൻവിയോൺമെൻറ്റ്, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. കൂടിച്ചേർന്നാണ് ഒരു ബിഹേവിയർ ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം എടുത്താൽ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി എന്ന ക്യാരക്ടറിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഷമ്മിയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതൊരു വെറും ക്യാരക്ടർ ഫ്ലോ ആയിട്ട് തോന്നില്ല. അയാളുടെ ആ ഒരു ഒബ്സസീവായിട്ടുള്ള ആ ഒരു അത്തരത്തിലുള്ള ബിഹേവിയറിന് പിന്നിൽ മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അയാളുടെ ബയോളജിക്കൽ ടെൻഡൻസികളാവാം, അല്ലെങ്കിൽ അയാളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആവാം, അതുമല്ലെങ്കിൽ അൺകോൺഷ്യസ് പാറ്റേൺസും ഉണ്ടാവാം. അതിലുപരി അയാൾ ജീവിക്കുന്ന ആ ഒരു പാട്രിയാർക്കൽ കൾച്ചറിൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. The point is, behavior is rarely the result of a single thing. It is determined by multiple causes. ചുരുക്കത്തിൽ പറഞ്ഞാൽ സൈക്കോളജി വെറും ഒരു കോമൺ സെൻസ് അല്ല, ഇതൊരു എംപിരിക്കൽ സയൻസാണ്. ഒബ്സർവേഷനിലും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലും സയൻറ്റിഫിക് എവിഡൻസിലും അധിഷ്ഠിതമായ ഒരു സിസ്റ്റം. മനുഷ്യൻ്റെ സങ്കീർണമായ മനസ്സിനെയും പെരുമാറ്റങ്ങളെയൊക്കെ ശാന്തമായി മനസ്സിലാക്കാനുള്ള ഒരു പ്രക്രിയ. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതം പോലെയാണത്. ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു വല്ലാത്ത കൗതുകമാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്.